2013 ഡൽഹി മുഖ്യമന്ത്രിയായി ആദ്യമായി അരവിന്ദ് കെജ്രിവാൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ കാലയളവിന് വെറും 49 ദിവസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അതിനുശേഷം ഡൽഹി നിയമസഭ കണ്ട ഏറ്റവും വലിയ മിന്നുന്ന വിജയം 2015 ഫെബ്രുവരി മാസം നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേടുകയും BJP 3 സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു. ആ കാലയളവിൽ നമുക്കറിയാം, അതിനു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റും ജയിച്ച BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ശുഭപ്രതീക്ഷയിൽ തന്നെയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിജയം ആവർത്തിക്കാൻ കഴിയുമെന്ന്. എന്നാൽ അതിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല, പല സീറ്റുകളിലും കെട്ടിവെച്ച കാശ് വരെ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയുണ്ടായി. BJP നേതൃത്വത്തിന് അത്ഭുതം ഉണ്ടാവുന്ന ഒരു കാഴ്ച. കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ രാഷ്ട്രീയപരമായി അവിടെ പേരുറപ്പിക്കാൻ അദ്ദേഹം നടത്തിയ പോരാട്ട ശ്രമങ്ങൾ വാസ്തവത്തിൽ BJPയാണ് അസ്വസ്ഥരാക്കിയത്. കോൺഗ്രസിനെതിരെയാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം സമരമാർഗം നടത്തിയതെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹത്തിന് മനസ്സിലായി യഥാർത്ഥത്തിൽ ഈ രാജ്യത്ത് വർഗീയ വേർതിരിവുണ്ടാക്കുന്ന, ജനങ്ങൾക്ക് ദ്രോഹപരമായ നയങ്ങൾ ആവിഷ്കരിക്കുന്ന സർക്കാർ ആരുടേതാണ് എന്നത്. വളരെ വൈകാതെ തന്നെ BJPക്കെതിരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുയായികളും തിരിഞ്ഞതോടുകൂടി BJP അദ്ദേഹത്തിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. അത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ രൂപത്തിൽ എല്ലാ തരത്തിലും കെജ്രിവാളിനെ വരിഞ്ഞു മുറുക്കി. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ മദ്യനയ കേസുമായി ബന്ധപ്പെടുത്തിയ കേസിൽ ജാമ്യം നൽകി അദ്ദേഹത്തിനെ തീഹാർ ജയിലിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ഡൽഹി ജനത സന്തോഷിക്കുകയാണ്. നിയമ പോരാട്ടം നടത്തിയ നാൾവഴികൾ ചെറുതല്ല എന്നുള്ളത് അറിയേണ്ടതാണ്. അദ്ദേഹത്തിന് വേണ്ടി വാദിച്ച കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനുമായ അഭിഷേക് മനു സിംഗ്വിക്ക് അറിയാം എത്രത്തോളമാണ് താൻ പണിപ്പെട്ടത് കെജ്രിവാളിൻ്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട കാര്യത്തിലെന്നത്. തീർച്ചയായും കെജ്രിവാൾ ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു സഹോദരൻ എന്ന രീതിയിലും അഭിഷേക് മനുവിനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ദുർഘടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. ഒരുപക്ഷെ ജയിലിൽ വെച്ച് തന്നെ എന്തെങ്കിലും അത്യാഹിതം സംഭവിക്കുമോ എന്ന് അനുയായികൾ വരെ വളരെ തീക്ഷ്ണതയോടെ നോക്കിക്കണ്ടിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. ഡയബറ്റിസ് രോഗത്താൽ വലയുന്ന അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സമയാസമയത്ത് ഭക്ഷണവും മരുന്നും എന്നത് അത്യന്തികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. BJP സർക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയം പ്രതിയോഗികളെ ഇല്ലായ്മ ചെയ്യാൻ ഏതറ്റം വരെയും പോകും എന്ന കെജ്രിവാളിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ അതിന് കൃത്യമായി ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഒരു ബലിയാടാവുന്ന ഒരു സാഹചര്യം കെജ്രിവാളിനും അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും കെജ്രിവാളിൻ്റെ ജാമ്യത്തോടെ ഒരു കാര്യം BJPക്ക് മനസ്സിലായി, ഏറെ നാൾ കള്ളത്തരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പ് പരിപാടിയുമായി മുന്നോട്ട് പോകാൻ, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് കൃത്യമായും കേന്ദ്രത്തിന് മനസ്സിലായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയാണ്.